ഇൻഷുടെക് മേഖലകളാണ്. ഇൻഷുടെക് അധികം പോപ്പുലർ അല്ല ഇവിടെ. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പല ട്രെയിനിങ് പ്രോഗ്രാംസ് അതിന് കൊടുക്കാനും. അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിലാണ് ഞങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. കൂടുതലും നമ്മൾ ബാക്ക് ഓഫീസ് ഓപ്പറേഷനുകളാണ്, IT എനേബിൾഡ് ആയിട്ടുള്ള സർവീസുകളാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. നമ്മുടെ കേരള സംസ്ഥാനത്തെ ഒരു നോളജ് എക്കണോമിയാക്കി മാറ്റാനുള്ള ലക്ഷ്യത്തോടു കൂടി കേരള സർക്കാർ നമ്മുടെ കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചൊരു പദ്ധതിയാണ് കമ്മ്യൂൺ വർക്ക് നിയർ ഹോം സെൻറ്റർ. അപ്പോൾ നമ്മുടെ കേരളത്തിലുടനീളം ഇങ്ങനെയുള്ള സെൻറ്ററുകൾ സ്ഥാപിക്കാനാണ് സർക്കാർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഫീസ് കോവർക്കിംഗ് സ്പേസ് ആണ്. നമുക്കിവിടെ കമ്പനീസിന് വരാം, അതുപോലെ ഇൻഡിവിജ്വൽസിന് വരാം, സ്റ്റാർട്ടപ്സ്, ബിസിനസ് ഇതൊക്കെ ചെയ്യുന്നവർക്ക് വരാം. സ്റ്റുഡൻസിന് വേണമെങ്കിലും വന്നിരുന്ന് നമുക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഫെസിലിറ്റീസ് നമുക്ക് വൈഫൈ കണക്ടിവിറ്റി ഉണ്ട്, അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ ഉണ്ട്, അതിൽ ഈ പ്രൈവറ്റ് ഓഫീസ് റൂംസ് ഉണ്ട്, ഓപ്പൺ സ്പേസിലുള്ള സീറ്റുകളുണ്ട്, ഇങ്ങനെയുള്ള എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള റൂംസ് ഉണ്ട്. ഇതെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്ക് കോൺഫറൻസോ മീറ്റിംഗ്സോ കൂടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള റൂമുകളും അവൈലബിൾ ആണ്. അപ്പോൾ ഈ കമ്മ്യൂൺ വർക്ക് നിയർ ഹോം സെൻറ്റർ നമ്മുടെ കേരളത്തിൽ ആദ്യം സ്ഥാപിക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലാണ്. നമ്മൾ ഈ കൊട്ടാരക്കര തിരഞ്ഞെടുക്കാൻ കാരണം കൊട്ടാരക്കരയുടെ കണക്ടിവിറ്റി, അതുപോലെ ഇവിടെ കോളേജുകൾ, ഓഫീസുകൾ, പിന്നെ അതുപോലെ സോഹോ കോർപ്പറേഷൻ പോലുള്ള ടെക് കമ്പനീസിൻ്റെയൊക്കെ ഒരു പ്രസൻസ് കാരണമാണ് നമ്മൾ കൊട്ടാരക്കര ഇതിനായിട്ട് ആദ്യമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ പദ്ധതിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പ്രതിഭാധനരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്ത് മികച്ച തൊഴിലവസരങ്ങൾ തേടി മറ്റ് നഗരങ്ങളിലേക്കോ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലേക്കോ ഒക്കെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലെ അങ്ങനെയുള്ളവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അപ്പോൾ അവരെ ഇവിടെ തന്നെ നിലനിർത്താനും നമ്മുടെ നാട്ടിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും വേണ്ടിയിട്ടാണ് ഈ കമ്മ്യൂൺ വർക്ക് നിയർ ഹോം പദ്ധതി ഗവൺമെൻറ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാടിനും ഈ കൊട്ടാരക്കരയ്ക്കും സമീപപ്രദേശത്തുള്ള നമ്മുടെ യുവതിയുവാക്കൾക്ക് ഇത് പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോവിഡ് സമയത്ത് നമുക്ക് വർക്ക് ഫ്രം ഹോം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ കൂടുതൽ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡിലായിരുന്നു. അതിനുശേഷം നമ്മുടെ നാട്ടുകൾ അല്ലെങ്കിൽ പുറത്ത് വർക്ക് ചെയ്യുന്നവർക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ കമ്പനീസിന് നമ്മുടെ നാട്ടിലേക്ക് ഓഫീസ് സ്പേസ് റെൻ്റ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനൊരു ബദലായി നമ്മുടെ കമ്പനീസിന് ഇവിടെ വന്ന ഒരു വർക്ക് സ്റ്റേഷൻ, ഒരു പ്ലഗ് ആൻഡ് പ്ലേ മോഡലിൽ ഇവിടെ വന്ന് ഒരു സീറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ അവരുടെ ഇപ്പോൾ കൊട്ടാരക്കരയുള്ളവരാണെങ്കിൽ അവർക്ക് ഇവിടെ വന്നിരുന്ന് ഓഫീസിൽ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇവിടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ 24/7 ഓപ്പൺ ആണ്, ഇൻ്റർനെറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എല്ലാ മെയിൻ്റനൻസും കഫറ്റേരിയയും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് അതേ മെൻറ്റാലിറ്റിയിലും അതേ വൈബിലും നമുക്ക് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് വർക്ക് നിയർ ഹോം എന്നൊരു കോൺസെപ്റ്റ്. ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്. സോ ഇങ്ങനെയുള്ള സ്പേസ് ഒക്കെ വരുന്നതും കുറച്ചും കൂടെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ ഇമ്പ്രൂവ് ആവും. പിന്നെ അതുപോലെ ഞങ്ങളും IT ഫീൽഡിലേക്കൊക്കെ ഇനി വരുന്ന യങ്സ്റ്റേഴ്സിനൊക്കെ കുറച്ചും കൂടെ നല്ല ഫീൽഡാണ്. നമുക്ക് ഒരുപാട് ദൂരെ പോയി വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ചും കൂടെ വീടിൻ്റെ അടുത്ത് നമുക്ക് എന്നാൽ കുറച്ചും കൂടെ ബെറ്ററായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് അറ്റ്മോസ്ഫിയർ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതും ഇങ്ങനെയുള്ള ഫീൽഡൊക്കെ വരുന്നത് ഞങ്ങൾക്ക് IT വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിപ്പോൾ ഇത്രയും ഡെവലപ്ഡായിട്ട് ഇത്രയും അടിപൊളിയായിട്ടാണ് ഗവൺമെൻറ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സോ അതൊക്കെ ഭയങ്കര ബെറ്ററാണ്. ഇനി വരുന്ന ഫ്യൂച്ചറിലും ഇനി വരുന്ന യങ്സ്റ്റേഴ്സിനുമൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ചെയ്യും. പിന്നെ മൊത്തത്തിൽ കൂടുതൽ ദൂരെ പോയിന്ന് വർക്ക് ചെയ്യേണ്ട, കുറച്ച് നമുക്ക് എല്ലാം കൊണ്ടും ഭയങ്കര ബെറ്റർ സ്പേസാണ്. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരട്ടെ എന്നൊക്കെ. അത് തന്നെയാണ്, ഇപ്പോൾ ഒരുപാട് ദൂരത്ത് പോയി വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അടുത്ത് തന്നെ ഇതുപോലെ കമ്പനി പോലെ സ്പേസ് വരാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ വർക്ക് ചെയ്യുന്നതും ഇവിടെ വർക്ക് ചെയ്യുന്നതും ഡിഫറൻസ് ഉണ്ടല്ലോ. വീട്ടിൽ ഒരുപാട് പ്രോബ്ലംസ് ഉള്ളവരുണ്ടാവും. അപ്പോൾ പിന്നെ ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഫോർ ദം ആൻഡ് ഓൾസോ ഫോർ ദ കമ്പനി. അപ്പോൾ പിന്നെ അതാ ഇറ്റ്സ് ഗുഡ്. ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പൊക്കെ തുടങ്ങുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ടൊരു കമ്പനി സ്പേസ് എടുക്കുക, പുതിയതായിട്ട് തുടങ്ങുക, അത് പിന്നെ വിത്ത് റിസപ്ഷനിസ്റ്റ്, അതൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ് പുതിയതായിട്ട് തുടങ്ങുന്നതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവിടെ റെൻറ്റിന് നമുക്ക് ഗവൺമെൻറ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് വൈഫൈ, സെപ്പറേറ്റ് ഡെസ്ക്, ഈ മീറ്റിംഗ് റൂംസ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണിത് യങ്സ്റ്റേഴ്സിനും ഈ പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നവർക്കും പിന്നെ ഓൾറെഡി കമ്പനി ഉള്ളവർക്കും വർക്ക് ഫ്രം ഹോം കുറച്ചുകൂടെ ബെറ്റർ ആക്കാനും വേണ്ടിയിട്ട്. സോ ഇറ്റ്സ് ഗുഡ്. ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൽ അതുപോലെ ഞങ്ങൾക്ക്
ഗ്ലോബലി പല സ്ഥലങ്ങളിലും ഓപ്പറേഷൻ ഉണ്ട്. ഞങ്ങൾക്ക് മിഡിൽ ഈസ്റ്റിലുണ്ട്, UK ഉണ്ട്, US ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ തന്നെ ടയർ 2, ടയർ 3 സിറ്റികളിലോട്ട് ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പ്രോഗ്രാമുമായിട്ട് ഞങ്ങൾ കൂടുതൽ അസോസിയേറ്റ് ചെയ്യും. കാരണം ഈ ടയർ 2 സിറ്റികളിൽ ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, പ്രത്യേകിച്ച് ഹൗസ് വൈഫായിട്ട് ഹോം മേക്കേഴ്സായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവരെ ഒരു ജോലിയിലേക്ക് കൊണ്ടുവരികയും അപ്പം അതിൻ്റെ പാർട്ടാക്കുക, ഈ ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ പാർട്ടാക്കുകയും ചെയ്യാനുള്ള ഇങ്ങനൊരു ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമാകണമെന്ന് ഞങ്ങൾക്കും തോന്നി. ഒരു പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ സീറ്റ് എടുക്കുന്നത് ഞങ്ങളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ഏകദേശം 32 എംപ്ലോയീസോളം ഇവിടെ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. ഇവിടെ എനിക്ക് ആകെ കൂടുതലുള്ളത് 140 സീറ്റ്സോ മറ്റോ ആണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അതിലേകദേശം 32ഓളം ഞങ്ങളാണ് ഒക്കുപൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ അത്രത്തോളം ടയർ 2 അല്ലെങ്കിൽ റൂറൽ ഏരിയയിലുള്ള എംപ്ലോയ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നൊരു കമ്പനിയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ടീം മെമ്പേഴ്സിൽ തന്നെ സക്സസ്ഫുള്ളായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഹൗസ് വൈഫ്സും വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹൗസ് വൈഫ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് മെട്രോ സിറ്റികളിലോട്ടുള്ള ആക്സസ് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, അവർക്ക് ഫാമിലി പരമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ കാണണം. അപ്പോൾ അവരുടെ വർക്ക് നിയർ ടു ദെയർ ഹോം എന്ന് പറയുന്നത് ഒരു നല്ല കോൺസെപ്റ്റായിട്ട് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഈ ഇനിഷ്യേറ്റീവിനെ ആദ്യം തന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്.